ഇത് BMW 7 സീരീസ്. ഈ 7 സീരീസിനെ 7 സീരീസ് ആക്കാൻ കഴിയുന്ന 7 കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒന്നാമത്തെ കാര്യം, ഈ വാഹനത്തിനകത്ത് ഇലക്ട്രിക് വേർഷനും അവൈലബിൾ ആണ്, IC എഞ്ചിൻ ഓപ്ഷനും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഒരു 3 ലിറ്റർ പെട്രോൾ എഞ്ചിനും അതോടൊപ്പം ഒരു ഡീസൽ എഞ്ചിനും 101.7 kWh ഒരു ബാറ്ററി കപ്പാസിറ്റിയുള്ള ഇലക്ട്രിക് വേർഷൻ i7 എന്ന പേരിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ രണ്ട് വേർഷൻസിനും സെയിം ബോഡി പാറ്റേൺ ആണുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹെഡ് ലാമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ, അതേപോലെ തന്നെ ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ പൊസിഷൻ, അത് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഈ ഒരു ഗ്രിൽ പാറ്റേൺ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും, ഒപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് അടക്കം 2 വേരിയൻറ്റുകളിലും സെയിം ആണ് എന്നാണ്. അതായത് ഇലക്ട്രിക്കിനകത്തും IC എഞ്ചിനകത്തും യാതൊരു മാറ്റവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എക്സെപ്റ്റ് നമ്പർ പ്ലേറ്റിൻ്റെ കളർ. മൂന്നാമത്തൊരു കാര്യം, ഈ വാഹനത്തിൻ്റെ 75% റോൾസ് റോയ്സിൻ്റെ ഗോസിനോട് തത്തുല്യമാണ് എന്നുള്ളതാണ്. ട്യൂണിംഗ് വ്യത്യാസങ്ങളുണ്ടായിരിക്കും, ഓപ്പറേഷൻ മെത്തേഡുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ധാരാളം ഇലക്ട്രിക് ഫീച്ചറുകൾ ലൈക്ക് ബട്ടൺ ഓപ്പറേറ്റഡ് ഡോർ ഹാൻഡിലുകൾ, 12 സെൻസറുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ നമുക്കൊരു റോൾസ് റോയ്സ് ടച്ച് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. നാലാമത്തെ ഫീച്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, നിങ്ങളൊരു വാഹനം ഉപയോഗിക്കുന്ന ആളാണ്, നിങ്ങൾ ആ ഒരു വാഹനത്തിനകത്തേക്ക് വരുന്ന സമയത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റീവായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളെപ്പോഴും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇൻവോൾവ് 1 എന്ന് പറയുന്ന എയർ പെർഫ്യൂം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതൊരു വാഹനത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹായവും ഇല്ലാതെ ഇത് സ്വയമായിട്ട് ഒരു പെർഫ്യൂം ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ വില ഒരു ഏകദേശം 400 രൂപയാണ് വരുന്നത്. ഒരു 10% ഡിസ്കൗണ്ട് നമ്മളൊരു കൂപ്പൺ കോഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുപയോഗിച്ച് നിങ്ങൾ വാങ്ങിയിട്ട് ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇൻവോൾവ്. ഇവർക്ക് ഇൻവോൾവ് 1 അതുപോലെ തന്നെ ഇൻവോൾവ് എന്ന് പറയുന്ന 2 പ്രൊഡക്റ്റുകളുണ്ട്. ഒന്ന് ജെൽ ടൈപ്പാണ്, ഒന്നൊരു ഉഡൻ ബ്രിക്ക് വരുന്നതാണ്. ഇത് രണ്ടിനും ചെറിയ പ്രൈസ് വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു 3 മാസക്കാലയളവോളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവരുടെ മസ്ക്, അതുപോലെ തന്നെ സ്നോഫോൾ, അതുപോലെ തന്നെ സിട്രോൺ തുടങ്ങിയിട്ട് ഒരുപാട് അടിപൊളി ഫ്രാഗ്രൻറ്റുകളുണ്ട്. ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി, കാരണം ഒരുപാട് ഫീഡ്ബാക്കുകൾ കമൻറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ ആരും അങ്ങനെ നെഗറ്റീവ് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതും കൂടി ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടുത്തുന്ന സമയത്തുള്ള നമ്മുടെ കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല UAE-ലുള്ള ആൾക്കാർക്ക് ആമസോൺ വഴിയൊക്കെ UAE-ൽ വാങ്ങാൻ പറ്റും. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ കാര്യം, തിയേറ്റർ ഓൺ വീൽ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹനത്തിനകത്ത് ഒരു 8K സപ്പോർട്ട് ചെയ്യുന്ന ഒരു 32 ഇഞ്ച് TV ഉണ്ട്. അതെവിടെയാണ് പ്ലേസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ ഇവിടെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡിസ്പ്ലേക്കകത്ത് ഫോൾഡ് ഡൗൺ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ TV മുകളിൽ നിന്ന് ആക്റ്റീവായി വരും എന്ന് മാത്രമല്ല, നമ്മളെ ബ്ലൈൻഡൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇതിനകത്തൊരു ഇരുട്ട് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. മാത്രമല്ല ഇതിനകത്ത് തന്നെയുള്ള മറ്റൊരു ഫീച്ചറാണ്, നമുക്ക് വൺ ടച്ച് ആയിട്ട് നമുക്ക് ബ്ലൈൻഡ്സുകളൊക്കെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഇരുണ്ട മുറിയിലിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 8K ഫെസിലിറ്റിയിൽ നമുക്കൊരു TV കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളതാണ്. അടിപൊളിയല്ലേ? 7 സീരീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് i7നെയും കൂടി മെൻഷൻ ചെയ്യാം. ഒരു 5th ജെൻ ഇലക്ട്രിക് പവർ ട്രെയിനാണ് i7 കരുത്തുൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയാം. 101.7 kWh ഒരു ബാറ്ററി, അത് 630 കിലോമീറ്റർ റേഞ്ച് ദൂരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ 5th ജെൻ ഡ്രൈവ് ടെക്നോളജിയാണ് i7 കരുത്തു പകരുന്നത്. അതാണ് 5ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ്, ഈ DR-ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്രിസ്റ്റൽ എലമെൻറ്റുകളാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ക്രിസ്റ്റലുകൾ സ്വരോസ്കി ക്രിസ്റ്റൽ എന്ന് പറയുന്ന ലോകത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള, അത്യാവശ്യം ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വില കൂടിയിട്ടുള്ള ക്രിസ്റ്റൽ എലമെൻറ്റുകളാണ്. 1892 ഡാനിയൽ സ്വരോസ്കി എന്ന് പറയുന്ന ആളാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഇങ്ങനെ പ്രിസിഷൻ കട്ടിങ് ക്രിസ്റ്റലുകൾ കണ്ടെത്തിയത് അവരായിരുന്നു. അവരുടെ പേരിലാണ് അതിൻ്റെ പേറ്റൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള, അത്രയും വിലപിടിപ്പുള്ള ക്രിസ്റ്റലുകളാണ് ഇതിനകത്ത് DR-ൽ, അതുപോലെ തന്നെ ഡോർ പാനലുകളിൽ, ഡാഷ്ബോർഡിൽ ക്രിസ്റ്റൽ എലമെൻറ്റുകളായിട്ട് നമ്മൾ കാണുന്ന റോട്ടറി സ്വിച്ച്, ഗിയർ നോബ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ 7 സീരീസ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. 7ാമത്തെ കാര്യം ഡ്രൈവാണ്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വെറും ഡ്രൈവല്ല, ഡ്രൈവ് ഓൺ എയർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളിങ്ങനെ എയറിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് 7 സീരീസിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത, അതായത് 7ാമത്തെ പ്രത്യേകത. ഇതിനകത്ത് അഡാപ്റ്റീവ് സസ്പെൻഷൻ ഉണ്ട്. i7 ആവുന്ന സമയത്ത് 120 mm-ലേക്കും 7 സീരീസ് ആവുന്ന സമയത്ത് 140 mm-ലേക്കും ലിഫ്റ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അഡാപ്റ്റീവ് സസ്പെൻഷൻ ആ റൈഡ് ഓൺ എയർ എന്ന് പറയുന്ന ഫീച്ചറിനെ ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഇതാണ് 7 സീരീസിനെ 7 സീരീസ് ആക്കുന്ന 7 പോയിന്റുകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോയിന്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യും.